ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ നിന്ന് ഞാൻ ഷാർജ സീരീസിലത്തെ ഒരു ചെറിയൊരു എപ്പിസോഡ് ഇതുപോലെ ഇന്നും കുഞ്ഞു കുഞ്ഞു വീഡിയോസിന് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും മറക്കാതെ കണ്ടോളട്ടെ എന്നും. അപ്പോൾ ഇവിടുത്തെ ഓരോ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഇനി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഞാൻ കാണുന്നത് നോട്ടീസ് ചെയ്യുന്നത് നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം കേട്ടോ. നമ്മളിപ്പോൾ നടന്നു പോണത് ഷാർജയിൽ റോള ഭാഗത്തുള്ള ഓരോ ഉള്ളുവഴിക്കോടെയാണ്. ഇവിടുത്തെ ഓരോ കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ആൾക്കാർ താമസിക്കുന്ന ഭാഗങ്ങളൊക്കെ ഇതുപോലത്തെ ഒക്കെ സെറ്റപ്പിലാണ്. ഇപ്പോൾ ഓരോന്നായിട്ട് ആൾക്കാർ ഓരോ ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവരും അവരൊക്കെ അടിയിൽ ഇതുപോലെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്ത് ടൈം ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാറ്റൊക്കെ ഉണ്ട്, നല്ല കാറ്റൊക്കെ ഉണ്ട്, കൂട്ടിയൊക്കെ വർക്കുണ്ട് അത്യാവശ്യം നന്നായിട്ട്. അതുകൊണ്ട് മാസ്കുള്ളവർ മാസ്കൊക്കെ വെച്ച് നടക്കാം. പിന്നെ ഇവിടെ വഴിയിൽ വേസ്റ്റ് ഇടാൻ ഇതുപോലെ വേസ്റ്റ് ഡബ്ബകളുണ്ട്. അപ്പോൾ അത് വണ്ടികൾ ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ വണ്ടികൾ തന്നെ വന്ന് എടുത്തുകൊണ്ട് പോകും. ഇവിടെ ഫുൾ കാറില്ലാണ്ട് ഒരു രക്ഷയില്ല, പുറത്തേക്ക് നമുക്ക് കിടക്കാൻ. അതിന് എല്ലാ ബിൽഡിങ്ങിലും കടകളൊക്കെ ഉണ്ട്, അതാണ് അങ്ങനെ. പിന്നെ ഇവിടെ എല്ലാം ഇങ്ങനെ സ്ട്രീറ്റുകൾക്ക് പേരുകളാണ്. 78 പിന്നെ 17 അങ്ങനെ റോട്ടിക്കോടെ ഇതുപോലെ ഇങ്ങനെ നടക്കണം. അപ്പോൾ വണ്ടികളൊക്കെ വരുന്നെങ്കിൽ ശ്രദ്ധിക്കണം. അങ്ങനെ റോട്ടിക്കോടെ നടന്നത് എവിടെ എത്തി ഏത് സ്ഥലത്തിൻ്റെ പേര് തരില്ലെന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ വീടിൻ്റെ ഞാനിപ്പോൾ നിൽക്കണ ഏരിയ എനിക്ക് അത്യാവശ്യം അറിയാം, അതുകൊണ്ട് നടന്നു പോയിട്ടുള്ള ശീലമുണ്ട്. അപ്പം അങ്ങനെ അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണെങ്കിലും പോവാം. അങ്ങനെ നടന്നിട്ടായതുകൊണ്ട് ഒരാളോടൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. കാലി കടക്കണ വരെ നടക്കുക, തിരിച്ച് അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരാം. പിന്നെ വണ്ടി പാർക്ക് ചെയ്യണമെങ്കിൽ പെയ്ഡ് പാർക്കിങ് കേട്ടോ ഒരു ഇതെല്ലാവർക്കും. അങ്ങനെ റോഡില്ലാത്ത സ്ഥലത്ത് കണ്ടില്ലേ, അങ്ങനെ ഓർത്ത് മാത്രമാണ് പാർക്കിങ് ഫ്രീ ഉള്ളത്. ബാക്കി ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ ഒരു വിധം കാശ് കൊടുത്ത് പാർക്ക് ചെയ്യണം. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം, ഇവിടെ എല്ലായിടത്തും പള്ളികളുണ്ട്. നമ്മളൊരു സ്ഥലത്ത് നിന്ന് നോക്കിയാൽ തന്നെ 1, 2, 3 പള്ളികൾ കാണാം. ഇപ്പോൾ വെയിലൊന്നും ഇല്ലാതെ നല്ലൊരു ക്ലൈമറ്റ്, അതുകൊണ്ടാണ് ഇത്ര സുഖം. ചൂടുകാലമായി കഴിഞ്ഞാൽ ഇതുപോലെ വൈകിട്ടായാലും കാലത്ത് 7 മണി 7:30 തൊട്ട് ഇതുപോലെ നടക്കാൻ പറ്റില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പം പിന്നെ കാറിലുള്ള പരിപാടി നടക്കണോ, വെയിലത്ത് കുളിച്ച് നേരത്തെ വലിച്ച് കുളിച്ച് പോകേണ്ടത്. അങ്ങനെ നമ്മൾ അത്യാവശ്യം നടക്കില്ല, ഇങ്ങനെ ഈ വർത്താനം പറഞ്ഞ് നടക്കണോണ്ട് അറിയാത്തതാണ്. ഞാൻ കുറച്ച് നടന്നുണ്ട്. നമ്മൾ നടന്ന് റൗണ്ട് ബോട്ടിൻ്റെ അവിടെ എത്താറായിട്ടുണ്ട്. റൗണ്ട് ബോട്ടിൻ്റെ അവിടെ വെള്ളമൊക്കെ പോകണ്ടേ, ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ സൈക്കിളൊക്കെ ചവിട്ടി പോണവർ വളരെ നേരമാണ്. ഞാൻ കണ്ടപ്പോൾ കാണിച്ചു തന്നു. ഇവിടെ നമുക്ക് പിന്നെ ഇവിടെ പറയാനാണെന്നുണ്ടെങ്കിൽ റോഡ് ക്രോസ് ചെയ്യാൻ സിഗ്നൽസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ വന്ന് നിൽക്കുമ്പോൾ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ച് ഞെക്കി കഴിഞ്ഞാൽ കാറുകൾ വെയിറ്റ് ആവും. അപ്പോൾ ഇവിടെ സിഗ്നൽ ഇപ്പോൾ നമുക്ക് പച്ചയാണ്, അത് അല്ല ചുവപ്പാണ്, അത് പച്ചയാവുമ്പോൾ നമുക്ക് ക്രോസ് ചെയ്യാം. ആൾക്കാർ കള്ളന്മാരെ പേടിച്ചിട്ടാണ് എന്താണെന്ന് അറിയില്ല, സൈക്കിളൊക്കെ പൂട്ടി വെച്ച് പോയേക്കണം. അത് റൗണ്ട് ബോട്ടാണ്. അവിടെ ഒരു ഫൗണ്ടൻ പോലെ ഉണ്ട്. അത് നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആവുണ്ടെന്ന് എനിക്ക് അറിയണില്ല. ഞാൻ ചായ കുടിക്കാന്ന് വിചാരിച്ച് പുറത്തിറങ്ങിയതാ, പേഴ്സ് എടുക്കാൻ പറഞ്ഞു. പിന്നെ ചായ കുടിക്കുന്ന ശീലം കുറവാണ്, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. വേറെ എത്ര നേരം റൂമിലിരുന്നപ്പോൾ നടക്കാനും പുറത്തേക്കൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടാണ്. അപ്പം പിന്നെ ഫ്രഷായിട്ട് ഒരു ചായ കുടിക്കാറ് അങ്ങനെ വിചാരിച്ചു. അപ്പോൾ നമുക്ക് എന്തായാലും റൂമിൽ പോയിട്ട് ഞാൻ വെച്ച് ഞാൻ കുടിച്ചോണ്ട് ആണ് ഞാൻ കാണിച്ചു തരാം.